ഹൈപ്പോതൈറോയിഡിസവും കുട്ടികളുടെ ഉയരക്കുറവും. കുട്ടികൾക്ക് ഉയരം വെക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോൺ ഡെഫിഷ്യൻസിയാണ് തൈറോയ്ഡ് ഹോർമോൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ കുട്ടികളുടെ വളർച്ചയെ അല്ലെങ്കിൽ അവരുടെ ഉയരത്തെ, ലൈംഗികമായ വളർച്ചയെ, ബുദ്ധിശക്തിയൊക്കെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ്. പലപ്പോഴും ചില കുട്ടികൾക്ക് കഞ്ചനൽ ഹൈപ്പോതൈറോയിഡിസം, അതായത് ജനിക്കുന്ന സമയത്ത് തന്നെ തൈറോയ്ഡ് ഫംഗ്ഷൻ കൃത്യമായിട്ട് ഉണ്ടാവാതിരിക്കുക. പലർക്ക് അക്വയർഡ് ഹൈപ്പോതൈറോയിഡിസം, അതായത് ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസ്, അല്ലെങ്കിൽ ചില മൂലകങ്ങളുടെ അഭാവം, അയഡിൻ മുതലായ മൂലകങ്ങളുടെ അഭാവം മൂലമൊക്കെ തൈറോയ്ഡ് ഫംഗ്ഷൻ കുറഞ്ഞതായിട്ട് കാണാറുണ്ട്. ഇത്തരക്കാർക്ക് ഉയരമൊക്കെ കുറവായിരിക്കും, കുട്ടികൾക്ക് ഉയരം കുറവായിരിക്കും. മറ്റ് സിംറ്റംസ്, ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ അരിത്മെറ്റിക്, ഇപ്പോൾ മാത്സിലൊന്നും അത്രത്തോളം സ്ട്രോങ് ആവാതിരിക്കുക, അത്തരം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. അതുപോലെ അവർക്ക് ലൈംഗികമായിട്ടുള്ള ഡെവലപ്മെൻറ്റും കുറച്ച് പിന്നോട്ടായിട്ട് കാണാറുണ്ട്. അപ്പം ഇത്തരക്കാരിൽ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് ആദ്യം ഹൈപ്പോതൈറോയിഡിസം നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം പ്രോബ്ലംസൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് പരിഹരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം ഒരു പേഷ്യൻസ് ഒരിക്കൽ വന്നത്, അവർക്ക് ഉയരക്കുറവായിട്ടാണ് വന്നത്. അവർക്ക് ബോണൊക്കെ ഫ്യൂസ് ചെയ്തതിന് ശേഷമാണ്, 21 വയസ്സിലാണ് വന്നത്. നോക്കുമ്പോൾ സിവിയർ ഹൈപ്പോതൈറോയിഡിസം ആയിരുന്നു. അവരുടെ TSH 100 മുകളിലായിരുന്നു. അപ്പം ബോണ് ഫ്യൂസ് ചെയ്തതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് ഉയരം കൂട്ടാനായിട്ട് സാധിക്കില്ല പക്ഷേ ഹൈപ്പോതൈറോയിഡിസം ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് ഉയരമില്ല, അല്ലെങ്കിൽ അവരുടെ സെക്ഷൽ ഡെവലപ്മെൻറ്റ് പിറകോട്ടാണ്, ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും അത്രത്തോളം ഒരു സ്ട്രോങ് അല്ല പഠനത്തിൽ നിന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക, കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. Stay healthy. Follow for more.